ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ശേഷിക്കുന്നത് 13 ദിവസങ്ങൾ മാത്രമാണ്. തകൃതിയിലുള്ള പ്രചരണ പരിപാടികളും തുറന്ന ചർച്ചകളുമൊക്കെ നടക്കുന്ന 19 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ്. തിരുവനന്തപുരത്ത് നടക്കുന്നത് ത്രികോണ മത്സരമാണോ, അതോ ഇടതുപക്ഷവും UDFും തമ്മിലുള്ള മത്സരമാണോ, BJPയും LDFും തമ്മിലുള്ള മത്സരമാണോ എന്നതൊക്കെയാണ് അവിടുത്തെ കാര്യമായ ചർച്ചകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യം. അവിടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന് വാദിക്കുന്ന കൂട്ടരുണ്ട്. എന്നാൽ മത്സരം LDFും UDFും തമ്മിലാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. BJP ഇക്കുറി അധികാരത്തിൽ വരുമെന്ന് പറയുന്നവരും നിരവധിയാണ്. പക്ഷേ കണക്കുകൾ പറയുന്നത് എങ്ങനെയാണ്? ആർക്കായിരിക്കും അനുകൂലമായ വിധി തിരുവനന്തപുരത്ത് നൽകുക? ആരായിരിക്കും തിരുവനന്തപുരത്തിന്റെ MP ആയി മാറുക? ഇത് പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. മുൻവിധികൾക്ക് യാതൊരിടവും നൽകിയിട്ടില്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. വിജയിച്ച് വെണ്ണിക്കുടി പാറിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന പല നേതാക്കന്മാരെയും തോൽവിയുടെ പടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടുള്ള ലോക്സഭാ മണ്ഡലം. തോൽവിയായിരിക്കും തങ്ങൾക്ക് ലഭിക്കുക എന്ന് വിശ്വസിച്ച പലരെയും അങ്ങനെ വിജയത്തിന്റെ തോളിലേറ്റി ആനന്ദിച്ച ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് പ്രവചനാതീതം തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ വിധി. ഇതേ പ്രവചനാതീതമായ വിധി തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവും കാണിക്കുന്നത്. 7 നിയോജക മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം, അവിടെ കോവളമൊഴികെ മറ്റ് 6 നിയോജക മണ്ഡലങ്ങളിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം കൈവരിച്ചു നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം 3 തവണ അടുപ്പിച്ച് വിജയിച്ചു നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ശശി തരൂരാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലടക്കം 35 വർഷം അടുപ്പിച്ച് വിജയിച്ചു നിൽക്കുന്ന ഇടതുപക്ഷം. അതായത് അപ്രകാരം നോക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതൊരു ഇടതു കോട്ട തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ 2019 2014 2009 എല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം കൈവരിച്ചുകൊണ്ട് 3 തവണയും അടുപ്പിച്ച് ലോക്സഭാ സ്ഥാനാർത്ഥിയായി വിജയിച്ചു നിൽക്കുന്നത് ശശി തരൂരാണ്, UDF ആണ്. അതുകൊണ്ട് അപ്രകാരം നോക്കുമ്പോൾ തിരുവനന്തപുരം ഒരു UDFന്റെ കോട്ട തന്നെയാണ്. 70% നഗരമുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അവിടങ്ങളിലെല്ലാം നാടാർ നായർ സമുദായങ്ങളുടെ വോട്ടുകൾ വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരിടമാണ്. അതെല്ലാം കാലങ്ങളായി തരൂരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന വോട്ടർമാരുമാണ്. എന്നാൽ ഇക്കുറി അത് അങ്ങനെ ആയിരിക്കുമോ എന്ന ചോദ്യമാണ് ഉയർന്നു നിൽക്കുന്നത്. ശശി തരൂരിനോടൊപ്പം തന്നെ തലയെടുപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് BJP കളത്തിലിറക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ടും ഇലൈറ്റ് വോട്ടുകൾ കൈക്കലാക്കുവാൻ കഴിയുന്ന കരുത്തുകൊണ്ടും ഒക്കെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഇടം പിടിക്കാൻ കരുത്തുള്ള ഒരു നേതാവ് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയോജക മണ്ഡലത്തിൽ മികച്ച മുന്നേറ്റം കൈവരിച്ചിട്ടുള്ളത് BJP ആണ്. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും BJPക്ക് അധികാരത്തിൽ എത്തുവാൻ സാധിച്ചില്ല എന്നതും പ്രസക്തമായ ഒരു കാര്യമാണ്. അതുതന്നെയാണ് തിരുവനന്തപുരത്തിന്റെ വിധി പ്രവചനാതീതമായിരിക്കുമെന്ന് പറയുവാൻ കാരണവും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിന് അനുകൂലമായ വിധിയെഴുതുന്ന തിരുവനന്തപുരം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതിന് അനുകൂലമായി വിധിയെഴുതുന്ന തിരുവനന്തപുരം. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് UDFന്റെ ഒരുക്കു കോട്ടയായി തന്നെ നിലനിൽക്കുന്നു. BJPക്ക് ശക്തമായ വോട്ട് നൽകുന്ന തിരുവനന്തപുരം. 35 വർഷമായി നഗരസഭ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് 7 നിയോജക മണ്ഡലങ്ങളിൽ 6 ഇടങ്ങളിലും വിജയിച്ചു വരുന്ന ഒരു പാർട്ടിക്ക് 2005 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്നിൻ രവീന്ദ്രൻ കഴിഞ്ഞാൽ പിന്നീട് ഒരു MP ഇല്ല എന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. ഇടതിന്റെ ശക്തി കേന്ദ്രമായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തവണയും വിജയിച്ചു വന്നത് UDF ആണ്. എന്തുകൊണ്ട് ഇടതവിടെ തോൽക്കുന്നു എന്നത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. 2019 വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന തരംഗത്തിന്റെ പുറത്താണ് കോൺഗ്രസ് വിജയിച്ചത് എന്ന് പറയുന്നു എങ്കിൽ പോലും 2014 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇടതിന് വിജയിക്കുവാൻ സാധിച്ചില്ല എന്നത് ഒരു ചോദ്യം തന്നെയാണ്. തുടർഭരണത്തിന്റെ ഭാഗമായി പിണറായി സർക്കാർ മുൻപോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് 2005 ഇവിടെ നിന്ന് വിജയിച്ചു പോയ പന്നിൻ രവീന്ദ്രനെ കളത്തിലിറക്കി കളം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ പന്നിൻ രവീന്ദ്രനും ഇടതുപക്ഷവും കളത്തിലിറങ്ങുന്നത്. എന്നാൽ UDFന്റെ പക്കലുള്ള ഉരുക്കുകോട്ട തന്നെയാണ് തിരുവനന്തപുരം എന്ന് അടിയുറച്ചു വിശ്വസിച്ച് 2009 2014 2019 ഒക്കെ നടന്ന അതേ ഫലം തന്നെയായിരിക്കും 2024 ഉണ്ടാകുവാൻ പോകുക എന്ന ആത്മവിശ്വാസത്തിൽ ശശി തരൂരിനെ തന്നെ മുന്നിൽ നിർത്തി പടപൊരുതുകയാണ് UDF. BJPക്ക് ഒരു അട്ടിമറി സാധ്യത വളരെയേറെയുള്ള ലോക്സഭാ മണ്ഡലം.
BJP 6 A+ മണ്ഡലങ്ങൾ മുന്നിൽ കാണുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം നിൽക്കുന്ന ലോക്സഭാ മണ്ഡലം. നേമം നിയോജക മണ്ഡലത്തിൽ മുൻപന്തിയിൽ വന്ന BJP ഇക്കുറി 7 മുൻപന്തിയിൽ വരുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ലോക്സഭാ മണ്ഡലം. ശശി തരൂരിന് കൃത്യമായ ഭൂരിപക്ഷം നൽകുന്ന തീരദേശ മേഖലകളിൽ ഇക്കുറി കാര്യമായ ഇടപെടൽ നടത്തി അവിടം തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന അടിയുറച്ച വിശ്വാസത്തിലാണ് BJP നിൽക്കുന്നത്. എന്നാൽ എത്ര തവണ കയറിയിറങ്ങിയാലും തരൂരിനുള്ള വോട്ട് അവിടെ തന്നെ ഉണ്ടാകും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ശശി തരൂർ. തന്റെ വികസന പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുന്നവർ തനിക്ക് വോട്ട് ചെയ്യും. അങ്ങനെയല്ല, മറ്റെന്തെങ്കിലും വിധിയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ തനിക്ക് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ അതും ഇരുകൈയും നീട്ടി സ്വീകരിക്കുവാൻ താൻ തയ്യാറാണ് എന്ന് ശശി തരൂർ പറയുന്നു. താഴെത്തട്ടിലുള്ള പടലപ്പിണക്കങ്ങളും ശശി തരൂരിന് നേരെയുള്ള കയ്യേറ്റവും ഒക്കെ കോൺഗ്രസിന് വലിയ ക്ഷീണമായി തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ മികച്ച മുന്നേറ്റം കൈവരിക്കുന്നുണ്ട് എന്നും വാർത്തകൾ പരക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് അവിടെ എന്ത് സ്വാധീനം എന്ന് ചോദിച്ചാൽ 7 നിയോജക മണ്ഡലങ്ങളിൽ 6 ഇടങ്ങളിൽ തങ്ങൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത്. 35 വർഷമായി നഗരസഭ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ പിടിച്ച് ചെങ്കോട്ടയായി നിലനിർത്തുന്നു എന്ന ആത്മവിശ്വാസമാണ് ഇടതിന്റെ കരുത്ത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായി 2005 തിരുവനന്തപുരത്തിന്റെ ഹൃദയഭൂമിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് ഇപ്പോഴും MP ആയി സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്ന പന്ന്യൻ രവീന്ദ്രനാണ് ഇടതിന്റെ കരുത്ത്. അങ്ങനെ കരുത്തുകൾ 3 കൂട്ടർക്കും പ്രബലമായി തന്നെയുണ്ട്. ശശി തരൂരാണ് കോൺഗ്രസിന്റെ കരുത്ത്. വികസന തേരോട്ടത്തിന്റെ നാൾവഴികൾ തുറക്കുവാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ജനങ്ങളുമായി സംവദിക്കുന്ന രാജീവ് ചന്ദ്രശേഖറാണ് BJPയുടെ കരുത്ത്. അങ്ങനെ കരുത്തുകൾ നിരവധിയായി നിലനിൽക്കുന്ന തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ കണക്കുകൾ പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്തമായ സ്വഭാവമാണെങ്കിലും 3 പേരും കരുത്താർജിച്ചുകൊണ്ട് കളിക്കളത്തിൽ കാര്യമായ പോരാട്ടത്തിലാണ്. 1952 ശേഷമുള്ള കണക്കുകളെല്ലാം കോൺഗ്രസിന് അനുകൂലമായ രീതിയിലാണ്. 9 തവണ UDF വിജയിച്ചു. 9 തവണ UDF വിജയിച്ച തിരുവനന്തപുരത്ത് 4 തവണയാണ് ഇടതുപക്ഷം വിജയിച്ചത്. നാടാറും നായർ സമുദായവും മാത്രമല്ല, മുസ്ലിം ക്രൈസ്തവ സമുദായത്തിനും ഈഴവ സമുദായത്തിനുമുള്ള വോട്ടുകളും വളരെ നിർണായകമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. ഓരോ കാലത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വിധിയെഴുതുന്ന വോട്ടർമാരാണ് തിരുവനന്തപുരത്തുള്ളത്. ആ അനുകൂല സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ആർക്കായിരിക്കും 2024 നറുക്ക് വീഴുക എന്നുള്ളത് പ്രവചനാതീതം തന്നെയാണ്. ത്രികോണ മത്സരമാണോ അതോ ഏതെങ്കിലും 2 കൂട്ടർ തമ്മിലുള്ള മത്സരമാണോ തിരുവനന്തപുരത്ത് നടക്കുക എന്ന ചോദ്യമൊക്കെ രണ്ടാം ചോദ്യങ്ങളാണ്. അവിടെ ആദ്യം നിലനിൽക്കുന്നത് ഇക്കുറി ആർക്ക് അനുകൂലമായി ആയിരിക്കും തിരുവനന്തപുരത്തെ വോട്ടർമാർ വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ടുള്ളത് 13,71,427 അതിൽ പോൾ ചെയ്തത് 10,10,180 ശശി തരൂരിന് ലഭിച്ചതാകട്ടെ 4,16,131 വോട്ടുകൾ. കുമ്മനം രാജശേഖരൻ അന്ന് ലഭിച്ചത് 3,16,142 വോട്ടുകൾ. CD ദിവാകരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് 2,58,556 വോട്ടുകൾ നേടിക്കൊണ്ട്. ശശി തരൂരിന് അന്ന് ലഭിച്ച ഭൂരിപക്ഷം 99,989 വോട്ടുകൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കളമാകെ മാറി മറിയുകയായിരുന്നു. 7 നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം കരുത്താർജിച്ചിരുന്നത് 6 ഇടങ്ങളിൽ. കോവളം മാത്രമാണ് UDFന് ലഭിച്ചത്. കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും പാറശാലയിലും നെയ്യാറ്റിൻകരയിലും LDF നേടിയത് മികച്ച മുന്നേറ്റമായിരുന്നു. കഴക്കൂട്ടത്ത് 23,497 വോട്ടുകൾ, വട്ടിയൂർക്കാവിൽ 21,515 വോട്ടുകൾ, തിരുവനന്തപുരത്ത് 7,089 വോട്ടുകൾ, പാറശാലയിൽ 25,828 വോട്ടുകൾ, നെയ്യാറ്റിൻകരയിൽ 14,262 വോട്ടുകൾ. ഈ 6 ഇടങ്ങളിലും LDF മികച്ച മുന്നേറ്റം കൈവരിച്ചു എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. UDF കോവളത്ത് നേടിയത് 11,562 വോട്ടുകൾ. NDAക്ക് ലഭിച്ച നിയോജക മണ്ഡലങ്ങൾ 0. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം തന്നെയാണ് NDA കരസ്ഥമാക്കിയിട്ടുള്ളത്. NDA നിയമം നേടിയത് 12,041 വോട്ടുകൾക്ക്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ ലഭിച്ച വോട്ടുകൾ LDFന് 4,36,737 വോട്ട്, UDFന് 3,25,456 വോട്ട്, NDAക്ക് 2,36,196 വോട്ട്. LDFന്റെ ഭൂരിപക്ഷം 1,11,281 വോട്ട്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുക്കുമ്പോൾ ഓരോ പാർട്ടികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം ആകെ 1,00,000ന്റെ കണക്കാണ് പറയുന്നത്. അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ ഇക്കുറി ആർക്ക് അനുകൂലമായ വിധിയായിരിക്കും തിരുവനന്തപുരം തീരുമാനിക്കുക എന്നത് പ്രവചിക്കുവാൻ കഴിയാത്തത് തന്നെയാണ്. സ്ഥാനാർത്ഥികൾ ശക്തമാണ്, ത്രികോണ മത്സരമാണ്. അവിടെ ആരായിരിക്കും ശക്തരെന്ന് തീരുമാനിക്കുന്നത് വോട്ടർമാരാണ്. വോട്ടർമാർ തീരുമാനിക്കട്ടെ ആര് നേടും തിരുവനന്തപുരം എന്ന്. എങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.